പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ. നമുക്ക് അപ്ഡേറ്റ് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇപ്പോഴും പറയുമ്പോൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് ആ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഈ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ വാട്സപ്പ് DPയിലാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കറിയാം, അതിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലാണ് ഇപ്പോൾ വന്ന ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് സാധാരണ എല്ലാവർക്കും കിട്ടിയ ഒരു അപ്ഡേറ്റ് ആണ്, നേരത്തെ വന്ന ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും ഞാൻ DP ഒന്നും അങ്ങനെ കൂടുതലായിട്ട് ചേഞ്ച് ചെയ്യാത്തതുകൊണ്ടാണ് ഞാനിത് ഇപ്പോഴറിഞ്ഞത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഈ അപ്ഡേറ്റ് ഞാൻ വീഡിയോ ആക്കി മാറ്റിയേനെ. അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം, നമ്മുടെ വാട്സപ്പിലെ DPയുടെ സൈഡിലായി ഒരു ക്യാമറ ഐക്കൺ കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ നേരത്തെ 3 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്: ക്യാമറ, ഗാലറി, അവതാർ. ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവിൽ ഫോട്ടോ എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രൊഫൈൽ പിക്ചറാക്കി മാറ്റാം. ഇനി ഗ്യാലറിയിലെ നല്ല ഫോട്ടോ എടുത്തുണ്ടെങ്കിൽ നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ കൊടുക്കാം. ഇനി അവതാർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിക്ചർ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം കാർട്ടൂൺ രൂപത്തിലിടുന്ന ഒരു സംരംഭമാണ് ഈ അവതാർ എന്ന് പറയുന്നത്. അത് അങ്ങനെ വേണമെങ്കിൽ നമുക്കിടാം. പക്ഷെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇത് 3 ഓപ്ഷനും നേരത്തെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ക്രിയേറ്റ് AI ഇമേജ് എന്ന് പറയുന്ന AI ടെക്നോളജിയുടെ ഒരു പുതിയ അപ്ഡേറ്റ് ഇവിടെ വന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ പ്രൊഫൈലിൽ നമുക്ക് പല പിക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിടാം എന്നുള്ളത്. ഞാനിപ്പോൾ മമ്മൂട്ടി എന്ന് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ ഈ സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇതുപോലെ മമ്മൂട്ടിയുടെ പിക്ചർ നമുക്ക് പല ആംഗിളിലുള്ള പിക്ചർ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നമ്മുടെ AI ടെക്നോളജി ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് പ്രൊഫൈലാക്കി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ്. എന്തായാലും നിങ്ങൾ ഇത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ MK ചോയ്സ്.